ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പര സാന്ത്വനം 2 200 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയും പരസ്പര ബന്ധങ്ങളുടെ സങ്കീർണതകളും എടുത്തുകാട്ടുന്ന പരമ്പര കൂടിയാണ് ഇത്. സങ്കീർണമായ കഥാഗതികളിലൂടെയും ചലനാത്മക കഥാപാത്രങ്ങളിലൂടെയും കടന്നുപോയ സാന്ത്വനം 2ന്റെ കഥ മറ്റൊരു വഴിത്തിരിവിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ. ആനന്ദിന്റെയും ശ്രീദേവിയുടെയും കല്യാണ ഒരുക്കങ്ങളും കല്യാണവും തുടർന്ന് ശ്രീദേവിയുടെ വരവോടുകൂടി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും പരമ്പരയെ പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മെഗാ സീരിയലുകൾക്കെതിരെ വ്യാപക വിമർശനങ്ങളും വിവാദങ്ങളും ഉയരുന്നതിനിടയിലാണ് ഏഷ്യാനെറ്റ് സൂപ്പർ ഹിറ്റായി ഈ സീരിയലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്നേഹവും സൗഹാർദ്ദവും നിറഞ്ഞ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന സീരിയലാണ് ഈ സാന്ത്വനം 2. സാന്ത്വനം ആദ്യ ഭാഗത്തിന് ലഭിച്ച അതേ പ്രോത്സാഹനവും സ്നേഹവും തന്നെയാണ് രണ്ടാം ഭാഗത്തിനും ലഭിക്കുന്നത്. ആനന്ദ് ശ്രീദേവി വിവാഹമാണ് പുതിയ വിശേഷം. ഒരു സിനിമാറ്റിക് ആൻഡ് റിയൽ എഫക്റ്റ് തരുന്ന രീതിയിൽ പല ഗെറ്റപ്പുകളിലായിട്ടാണ് ആനന്ദ് ശ്രീദേവി വിവാഹം നടക്കുന്നത്. ഹൽദിയും മെഹന്തിയും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. സംഗീതം ഒക്കെ ആഘോഷമായി തന്നെ നടത്തിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഇപ്പോൾ സീരിയലിൽ മിത്രയായി അഭിനയിക്കുന്ന സായി ലക്ഷ്മി എന്ന താരം മാറുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സായി ലക്ഷ്മിക്ക് പകരം മിത്രയായി ഇനി മറ്റൊരു കഥാപാത്രമായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിരിക്കും എത്തുന്നത്. പാർവതി എന്ന നടിയാണ് മിത്രയായി ഇനി എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സൂര്യ ടിവിയിൽ മറ്റൊരു ഹിറ്റ് പരമ്പരയിൽ അഭിനയിക്കുന്ന താരമാണ് ഇനി സാന്ത്വനം രണ്ടാം ഭാഗത്തിലേക്ക് എത്തുക എന്നതാണ് പറയുന്നത്. വിജയകരമായി തുടക്കത്തിൽ ആദ്യത്തെ സാന്ത്വനത്തിനെ കവച്ചുവെക്കുന്ന ഒന്നും തന്നെ രണ്ടാം ഭാഗത്തില്ല എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത്. അത് മാത്രമല്ല, എന്തിനാണ് ഈ രണ്ടാം ഭാഗം കൊണ്ടുവന്നത് എന്ന് പലപ്പോഴും ആരാധകർ ചോദിക്കുകയും ചെയ്തു. സാന്ത്വനം ബാലന്റെയും ശ്രീദേവിയുടെയും കുടുംബകഥയാണ് പറഞ്ഞതെങ്കിൽ ഇത് ഒന്നിലധികം കുടുംബങ്ങളുടെ കഥയാണ് പറയുന്നത്. ഇതിൽ ഒരാളല്ല, ഒരുപാട് പേർ നായകന്മാരായിട്ടുണ്ട് താനും. ആര്യനും മിത്രയും തന്നെയാണ് ഈ സീരിയലിലെ ഹിറ്റ് കോംബോ. ഇപ്പോൾ സായി ലക്ഷ്മി മാറുമ്പോൾ ആരാണ് പകരം വരുന്നത് എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. എന്തായാലും പകരം വരുന്ന താരത്തെ ഇരുകൈയും നീട്ടി ആരാധകർ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ചെമ്പനീർ പൂവ് എന്ന സീരിയലിൽ രേവതി എന്ന കഥാപാത്രമായി അഭിനയിച്ചത് ഒരു അന്യഭാഷാ താരമായിരുന്നു. ആ താരം മാറിയപ്പോൾ, അതായത് ഗോമതി മാറിയപ്പോൾ പകരമായി എത്തിയത് റബേക്കയാണ്. എന്നാൽ റബേക്കയ്ക്ക് ആദ്യകാലത്ത് വലിയ രീതിയിലാണ് നെഗറ്റീവ് ഉണ്ടായത്. രേവതിയായി റബേക്കയെ ഏറ്റെടുക്കാൻ പ്രേക്ഷകർ ഒട്ടും താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ആ സീരിയലിനെതിരെ നിരവധി നെഗറ്റീവ് കമന്റുകളും വിമർശനങ്ങളും ഉണ്ടായി. എന്നാൽ പിന്നീട് പതിയെ പതിയെ റബേക്കയെ ഇരു കൈയും നീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സാന്ത്വനം 2ലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ആദ്യം പുതിയ കഥാപാത്രത്തെ അല്ലെങ്കിൽ പുതിയ താരത്തെ മിത്രയായി കാണാൻ പ്രേക്ഷകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാൽ പിന്നീട് അത് താനെ മാറും എന്ന് തന്നെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞ നമ്മുടെ ഒരു കുടുംബ കഥയാണ്. അപ്പം അതില് എല്ലാവരും നായകന്മാരാ. ശരിക്കും പറഞ്ഞ അച്ഛൻ നായകനാണ്, ചേട്ടന്മാര് നായകന്മാരാണ്. അങ്ങനെ എല്ലാവരും നായകന്മാരാവാൻ പറ്റുന്ന ഒരു കഥയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന ഒരു കഥ. അതില് ഒരുപാട് ഈ പറഞ്ഞ പോലെ സാധാരണ സീരിയലുകളുള്ള പോലത്തെ കുറെ സംഭവങ്ങളൊന്നും ഇല്ല. അതായത് ഈ അമ്മായിയമ്മ പെരുമാള് ഉള്ള ഒരു പോര് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഇല്ലേ, അതൊന്നുമില്ല. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പോരാ. ഇത് പോരെന്ന് പറയാൻ പറ്റില്ല, രണ്ട് കുടുംബങ്ങളുടെ ഒരു കഥയാണ്. ഇപ്പൊ ഞങ്ങൾ 150 എപ്പിസോഡായി. അപ്പൊ ഇത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. കണ്ടില്ലല്ലോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് അങ്ങനെ കണ്ടുള്ളൂ. സത്യം പറ, ഇന്നലത്തെ എപ്പിസോഡ് എന്തായാലും കണ്ടു. ഇന്നലത്തെ എപ്പിസോഡ് മാത്രം കണ്ടു. പിന്നെ കുറച്ച് പിന്നെ ഇടയ്ക്ക് ട്രോളൊക്കെ വരാറില്ലേ, അപ്പൊ കാണും. അപ്പം അങ്ങനെയാണ് രണ്ട് കുടുംബങ്ങളുടെ ഒരു. പക്ഷെ ആദ്യം ഈ നമ്മുടെ സാന്ത്വനം 2 ഇറങ്ങിയ സമയത്ത് കോമന്റ് സെക്ഷനിലൊക്കെ ഒരുപാട് ഇത് കാര്യസ്ഥനല്ലേ, കാരണം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക്, ഒളിച്ചോട്ടം നടക്കുന്നു, ഏകദേശം സെയിം പ്ലോട്ട്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് കോമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യസ്ഥന്റെ റീമേക്ക് ആണോ? കാരണം ഏഷ്യാനെറ്റിൽ ഇപ്പൊ ഒരുപാട് സീരിയൽ ആണെങ്കിൽ നമ്മള് തമിഴ് സീരിയൽസിന്റെ റീമേക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുപോലെ കാര്യസ്ഥന്റെ റീമേക്ക് തന്നെയാണോ? അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യസ്ഥൻ ഉണ്ടായിരുന്നു, പിന്നെ വേറെ നന്ദൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ കഥ ഇങ്ങനെ ഓരോ വഴിത്തിരിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും സിനിമയായിട്ട് നമുക്ക് മാച്ച്. പിന്നെ വേറെ ഒന്നും ഇതുപോലെ പറഞ്ഞായിരുന്നു, നമ്മുടെ ലാലേട്ടന്റെ ഒരു പടം ഉണ്ടല്ലോ, മിഥുനം. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഒരു ട്രിപ്പ് ഒക്കെ പോയില്ലേ, അതുകൊണ്ടായിരിക്കും. വീട്ടിലെല്ലാരും കൂടിയിട്ട് ഒരുമിച്ച് ട്രിപ്പ് പോയപ്പോ അത് മിഥുനായി. പിന്നെ ഗുരുവായൂര് പോയപ്പോ നന്ദനായി. പിന്നെ രണ്ട് വീട് തമ്മിലുള്ള പ്രശ്നം കാരണം കാര്യസ്ഥനായി. അങ്ങനെ പറയാറുണ്ട്. ശരിക്കും ഈ സിനിമകളുടെ ഒന്നും റീമേക്ക് അല്ല, ഒരു ബന്ധമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമിഴിൽ ഒരു പാണ്ഡ്യൻ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ട്, ഗോമതി സ്റ്റോറിന്റെ. അതെ, അത് സാന്ത്വനം ഫസ്റ്റ് സാന്ത്വനം ഉണ്ടല്ലോ, ഫസ്റ്റ് സാന്ത്വനം. ഈ സാന്ത്വനത്തിന്റെ
സാന്ത്വനം റീമേക്ക് ആയിരുന്നു. ഈ പാണ്ഡ്യൻ സ്റ്റോർ എന്ന് പറഞ്ഞ തമിഴ് സീരിയൽ റീമേക്ക് ആയിരുന്നു. അപ്പൊ പാണ്ഡ്യൻ സ്റ്റോർ 2 എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത അതിന്റെ സീസൺ ഇറങ്ങി. മറ്റത് കഴിഞ്ഞപ്പം ഇപ്പൊ ഞങ്ങളപ്പോ സാന്ത്വനം 2 എന്ന് പറഞ്ഞിട്ട് അതിന്റെ റീമേക്ക്. അപ്പൊ റീമേക്ക് ആണ് ശരിക്കും, തമിഴ് റീമേക്ക് സീരിയലാണ്. പിന്നെ ഇതില് മലയാളത്തിൻ്റെതായ കുറച്ച് കഥ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആദ്യം സാന്ത്വനം 2 എന്ന് കേട്ടപ്പോ നമ്മൾ സാന്ത്വനം 1ന്റെ ബാക്കിയാന്നാ വിചാരിച്ചത്. കാരണം പേരില് ഒരു പാർട്ട് 2 എന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ. സാന്ത്വനം 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ചാർട്ടിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പരമ്പരയാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, സാന്ത്വനം എന്നുള്ള ടൈറ്റില് വരുമ്പോൾ ആദ്യം തന്നെ ആൾക്കാര് കരുതുന്ന വെച്ച് കഴിഞ്ഞാൽ പഴയ ആൾക്കാര് സാന്ത്വനം ഓൾറെഡി ഹിറ്റ് ആയിരുന്നു സീരിയൽ. അപ്പം എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അത് ഹിറ്റായിരിക്കുന്ന സമയത്ത് തന്നെയാണ് അത് അവര് നിർത്തിയത്. അത് അതിന്റെ ക്ലൈമാക്സ് ആയത്. അപ്പം അതിലുള്ള അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുകളായിരുന്നു. അപ്പോൾ സാന്ത്വനം 2 എന്ന് പറഞ്ഞിട്ടൊരു വരുമ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അവർ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ ഇതിലെ ക്യാരക്ടേഴ്സ് ക്രൂ ഒക്കെ സ്റ്റോറി ആണെങ്കിലും ബന്ധമില്ല. ഇത് വേറെ കഥ, അത് വേറെ കഥ. ഈ പേര് ടൈറ്റിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഫസ്റ്റ് ഭയങ്കരമായിട്ട് കിട്ടിയായിരുന്നു. കാരണം അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്കാർ. അവരെ പ്രതീക്ഷിച്ചിട്ട് ഇതാരാടാ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ പിന്നീട് എന്താ പറയാ, അത് നമ്മള് കണ്ട് ആൾക്കാർക്ക് ഇപ്പൊ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പൊ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കണ്ട് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഇനിയിപ്പൊ അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അതെ. ഇപ്പൊ സാന്ത്വനം 1 പറഞ്ഞപ്പോഴാണ് സാന്ത്വനം 1ലെ ശിവാഞ്ജലി കോംബോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ആര്യൻ മിത്ര കോംബോ അല്ലേ? നിങ്ങളുടെ ആ ഒരു കോംബോ എങ്ങനെയാണ്? മിത്ര ചേച്ചി ശരിക്കും ചേച്ചി മലയാളിയാണോ? മലയാളിയാണ്. ആള് തിരുവനന്തപുരമാണ് സ്ഥലം. നിങ്ങളുടെ ഒരു വൈബും എങ്ങനെയാ? ചില്ലാണോ? ആളെങ്ങനെയാ? ആള് കുഴപ്പമൊന്നുമില്ല. നമ്മള് ഓഫ് സ്ക്രീനിൽ ഭയങ്കര കമ്പനിയാണ്.